ഗായ്സ്, അപ്പം ഇന്ന് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ എൻ്റെ പണി തുടങ്ങി. രാവിലെ എണീച്ചു, ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫേസ് നല്ല രീതിയിൽ ഞാൻ വാഷ് ചെയ്യും. എന്തെങ്കിലും ഇപ്പോൾ എന്താണെന്നറിയില്ല, ഞാനിങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്യും കേട്ടോ. എനിക്ക് ലൈഫിൽ ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയറാണ്. ലൈക്ക് പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കേട്ടോ, എനിക്ക് എന്നോട് തന്നെ ലൈക്ക് എനിക്കിങ്ങനെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാനിതൊക്കെ ചെയ്യും. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് തണുത്ത വെള്ളം കുടിക്കും കേട്ടോ. ഈ വക നട്ടപ്പരാന്ത് ഞാൻ മാത്രം കാട്ടുന്നുണ്ടോ നിങ്ങൾ കാട്ടുന്നുണ്ടോ എന്താണെന്നറിയില്ല, രാവിലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബീട്രൂട്ട് എന്തൊക്കെ ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടോ. അമ്മയ്ക്ക് എന്നെ അത്ഭുതമായി തോന്നിയിട്ടുണ്ടോ, എന്തു പറ്റി എൻ്റെ മോൾക്കെന്നൊക്കെ. ഞാനങ്ങനെ രാവിലെ എണീച്ചൊന്നും ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ആദുബാബി ആണെങ്കിൽ അപ്പോഴേക്കും നേരത്തെ എണീച്ചു. പിന്നെ അവളുടെ ഒപ്പം കുറച്ച് നേരമായിരുന്നു. ഞാൻ ഈ ഡ്രസ്സൊക്കെ ടൈ ചെയ്തിട്ട് എന്തിനാ പോണെന്ന് വെച്ചിട്ടാണ് പിടികൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പല്ലേക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് അവൻ ബ്രഷ് ചെയ്യണം, പിന്നെ നമുക്കറിയാലോ രണ്ട് ഇങ്ങനെ ഇതാക്കും. പക്ഷെ ഞാനാണെങ്കിൽ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പോൾ അവന് പിടിച്ച് കൈയും കാലൊക്കെ കെട്ടിയിട്ടിട്ടാട്ടോ ഞാൻ ബ്രഷ് ചെയ്യണേ. ഞാൻ ഇപ്പോൾ രാത്രി ഈ ടൈമായിട്ടോ, കാരണം ഈ ടൈമാണ് ഫ്രീ ആവെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഈ നേരത്തെ കിണർ പോരണത്. എനിക്കറിയില്ല എന്താണ് അവരുദ്ദേശിക്കണേന്നൊക്കെ. അപ്പോൾ ഞാൻ ഓടി അമ്മയുടെ അടുത്ത് പോയിട്ട്, അമ്മ ഓടി വായോ, അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അമ്മ ഈ പേടിയാണ് അപ്പുറത്തെ സൗണ്ട് കേട്ടോ, അവിടുത്തെ നെയ്ബർ ആൻറ്റി ഇല്ലയെന്നൊക്കെ. അപ്പോൾ അമ്മ പറയില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ശബ്ദം കേട്ട് നോക്കുമ്പോൾ അവരുടെ വീട്ടിൽ നൈറ്റ് അവർ എത്തിയിട്ടുണ്ട് കേട്ടോ. സത്യം പറയാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കുന്നത് മനുഷ്യന്മാരെ കേട്ടോ. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ വർഗ്ഗങ്ങളുണ്ടോ, ഞാൻ ഒരു മനുഷ്യനായിട്ടോ പറയണേ. നമുക്കറിയില്ല നമ്മളുടെ ചുറ്റുമുള്ളവരുടെ അവരുടെ തോട്ട്സും കാര്യങ്ങളും നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാവും നമ്മൾ ചിന്തിക്കുക. പക്ഷെ ആൾക്കാരുടെ ഇതൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കും അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് പേടിയാണ്. എനിക്ക് ഈ മൃഗങ്ങളെക്കാട്ടൊക്കെ ഭയങ്കര പേടി മനുഷ്യന്മാരാണ്, സത്യം പറയാലോ. അങ്ങനെ അപ്പോൾ സംസാരത്തിൽ നിന്ന് വിഷയത്തിൽ നിന്ന് തെന്നി മാറിയെന്നൊക്കെ. പിന്നെ ഇതിന് കാറിൻ്റെ മേലൊക്കെ വന്നിട്ടാണ് നമ്മുടെ പൊണ്ണുബാബിക്ക് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അമ്മ ഇതിപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കഴിക്കുമ്പോൾ നന്നായി കഴിക്കുന്നുണ്ട്. ചില സമയത്തുണ്ടല്ലോ തിന്നേയില്ലേ ഫുഡ്, കഷ്ടപ്പെടണ പാട് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ചില സമയത്ത് കഴിക്കും. അപ്പോൾ ഞാൻ സ്കിൻ കെയർ കണ്ടില്ലേ, ഈ വക കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതൊരു സമാധാനമുള്ള സമയത്ത് കേട്ടോ. എനിക്കാണെങ്കിൽ സ്ട്രെസ്സുള്ള സമയത്ത് ഫുഡ് എന്ന് പറഞ്ഞ സംഭവമേ ഇറങ്ങില്ല. ഞാനിപ്പോൾ ഒരു 2 ദിവസം സ്ട്രെസ് എടുക്കണമെങ്കിൽ 2 ദിവസം ഞാൻ ഫുള്ള് ഫുഡ് കഴിക്കില്ല. ചിലവർക്കാണെങ്കിൽ സ്ട്രെസ്സുള്ള സമയത്ത് ഓവർ ഈറ്റിങ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്കുണ്ടായിരുന്നു അങ്ങനെ. പക്ഷേ ഇപ്പം അങ്ങനെയില്ല. സ്ട്രെസ്സുള്ള സമയത്ത് ഫുഡേ കഴിക്കാൻ പറ്റില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ബട്ട് ഹാപ്പി മൂഡാണെങ്കിൽ ഉണ്ടല്ലോ നന്നായി ഫുഡ് കഴിക്കും. നന്നായി ഫുഡ് കഴിക്കുന്നതൊക്കെ ഇട്ടപ്പോൾ വീണ്ടും ചെറിയ കുട്ടിയുടെ പോലെ കേട്ടോ. പിന്നെ 1 വയസ്സൊക്കെ ഉള്ള സമയത്താണ് റോംബോസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ, ഇവനിങ്ങനെ ഓരോന്ന് മേടിച്ച് കൊടുക്കാനൊക്കെ ചെയ്യാൻ. റോംബറിട്ട് തുള്ളി നടക്കട്ടെ. പിന്നെ അവനാണ് ഞാൻ ഈ ഇലുമിനാറ്റി പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇലുമിനാറ്റി ഡാൻസ് കളിക്കാണ്. ഞാൻ പാട്ട് കൊടുക്കുന്നില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. അപ്പോൾ ഡാൻസിലും തുള്ളലും ചാടും. പിന്നെ ബേബി വന്നതിന് ശേഷം അമ്മാമ്മേനെ അത് ബേബിനെ തുടിക്കില്ല കേട്ടോ. ആരെ തൊട്ടാലും കുഴപ്പമില്ല എന്നൊക്കെ. പിന്നെ അവൻ്റെ കുളിയും കാര്യങ്ങളും അവൻ എന്താന്ന് പറയുക അതിൻ്റെ ഇടയ്ക്ക് കാട്ടി വെച്ച് അവിടുത്തെ ഹെൽത്ത് ഹോസിൽ നിന്ന് ബാത്റൂമിൽ നിന്ന് ഫുള്ള് വെള്ളം ബെഡ്റൂമിലേക്ക് എടുക്കുക. അവിടെ നിന്ന് ചീറ്റി. ഞാൻ ജസ്റ്റ് തോർത്തൊന്നും എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് അടിഭാഗം ഫ്ലോറും മൊത്തം വെള്ളം നശിപ്പിച്ചു. പിന്നെ ബെഡും. അപ്പോൾ എനിക്കറിയാം അമ്മയുടെ നിന്ന് തെറി കേൾക്കാൻ, ഇത്രയും 26 വയസ്സായിട്ടും സ്റ്റിൽ അമ്മയുടെ നിന്ന് തെറി കേൾക്കുന്ന മോള് ഞാനായിരിക്കും കേട്ടോ. നിനക്ക് കണ്ണില്ലേ മോള്, നല്ല ചിത്ത കേട്ടു. ഞാനാണെങ്കിൽ ഇതെടുക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി ആയിട്ട് ഭയങ്കര കമ്പനി കേട്ടോ. ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ ആൻറ്റി ആയിട്ട് ഭയങ്കര ഹൈഡൻസിക്കും കാര്യങ്ങളും അതൊക്കെ ആയിട്ട് ഭയങ്കര കളിയായിരുന്നു. അപ്പോഴേക്കും ഞാൻ എന്താ ചെയ്യാൻ പോയാ, ഞാനും അതും കുളി കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ആ സീൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മ ബെഡ് ഫുള്ളും ഒതുക്കി ക്ലീനാക്കി തന്നു. പിന്നെ ഞാൻ എന്തിട്ടാ ചെയ്യണം, ഞാനാണെങ്കിൽ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് റോസ്മേരി എൻ്റെ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞപ്പോൾ ഈ റോസ്മേരി 2-3 ദിവസം ഞാൻ യൂസ് ചെയ്യാണ്ടിരുന്നപ്പോൾ നല്ല ഹെയർ ഫോൾ വന്നു കേട്ടോ. കാരണം അത് പോസ്റ്റ് പാർട്ടം ടൈമാണ്. നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഫുള്ള് ബാൾഡായിട്ട് മുടി ഇല്ലാണ്ട് നടക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പം എന്താ പറയുക,
റോസ്മേരിയുടെ സംഭവം ഉണ്ടാക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ ഒരു ഐറ്റം നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്തു തരും. വേറെ ഒന്നല്ല ഇപ്പം ഞാനതല്ല പരിചയപ്പെടുത്തണേ. ഞാൻ നമ്മുടെ റോസ്മേരി ലീഫും ഇതും അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ റോസ്മേരി ഇടുക. പിന്നെ ക്ലോവിന് എന്നിട്ടോ മലയാളത്തിൽ പറയാൻ മറന്നു എന്നൊക്കെ അതിട്ടിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തിളപ്പിക്കുക. എന്നിട്ട് അത് ലിഡ് മീൻസ് മൂടി ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ആയതിനു ശേഷം ചൂടാറിയതിന് ശേഷം അത് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡെയിലി അപ്ലൈ ചെയ്യാൻ കഴുകണം എന്നില്ല. പിന്നെ ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് കാട്ടി തന്നിട്ടുള്ള വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്മേരി, പിന്നെ എന്നിട്ടോ ഈ കരിഞ്ജീരകം, പിന്നെ കാസ്റ്റർ ഓയിൽ, വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ വെച്ചിട്ട് ഒരു ഹെയർ ഗ്രോത്തിൻ്റെ ഒരു ഓയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതൊരു മാസത്തോളം ഞാൻ അതിൽ സൂക്ഷിച്ചു. ഇല്ലാട്ടാ ഈ മാസം 25-ാം തീയതി ഉള്ളോട്ടോ, ഒരു മാസത്തോളം. അതിന് മുന്നേ എനിക്ക് ആക്രാന്തം മൂത്തിട്ട് ഞാനതെടുത്ത് തേച്ചു കേട്ടോ. എനിക്ക് ഹെയറിനോട് വലിയ എന്താ പറയുക അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് എൻ്റെ മുഖത്തിനോടാണ് ഓവറായിട്ടുള്ള എന്താ പറയുക. എനിക്ക് മുഖത്ത് ഓരോ വാരി അച്ഛനൊക്കെ പറയും അവൾ മുളക് പൊടി കിട്ടുകയാണെങ്കിൽ അവൾ മുളക് പൊടി മുഖത്ത് തേക്കുന്നു. എനിക്കറിയില്ല, ഭയങ്കര ഒബ്സഷനാണ് എനിക്കിങ്ങനെ ഓരോ സ്കിൻ കെയർ ട്രൈ ചെയ്യാൻ കേട്ടോ. അല്ലാണ്ട് മേക്കപ്പ് ഐറ്റംസിനോടൊക്കെ അങ്ങനെയില്ല. ഞാൻ ഇപ്പോൾ തന്നെ എനിക്ക് മുന്നേ ആ ഒരു ഗിവ് അവേ കിട്ടിയപ്പോൾ എനിക്ക് ആ പ്രൊഡക്റ്റാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യണേ. പിന്നെ കൂടി വന്നാൽ വേണമെങ്കിൽ ഞാൻ 2 ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടാവും ഈ ഇയർ. അല്ലാണ്ട് ഞാൻ അങ്ങനെ ബട്ട് സ്കിൻ കെയറിൽ ഞാൻ അത്യാവശ്യം എന്താ പറയുക ഈ ഫേസ് പാക്ക് അത് ആ പ്രസവരക്ഷയ്ക്ക് വന്നപ്പോൾ ആ ഫേസ് പാക്കൊക്കെ ഞാൻ മേടിക്കലാണ്ട് ഞാൻ വേറെ ഇതൊന്നുമില്ല. വീട്ടിലുള്ള ഓരോ ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ്, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഈ സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തോരം പാത്രങ്ങളല്ലേ നിർത്തി വെച്ചിരിക്കണേ. നിങ്ങൾ ഞാൻ പറയുമ്പോൾ അതൊക്കെ ആവില്ല ശ്രദ്ധിക്കണ്ടാവുക എന്താണ്. പിന്നെ നിങ്ങൾ വീടിൻ്റെ വൃത്തിയും കാര്യങ്ങളൊന്നും നോക്കണ്ട. പിള്ളേരുള്ള സമയത്ത് നിങ്ങളോട് പിന്നെ പറയണ്ടല്ലോ. നമുക്ക് ഒന്നും ഇതൊക്കെ ഇപ്പം ഇങ്ങനെ വൃത്തിയിലിരിക്കാൻ തന്നെ അമ്മയുടെ കഴിവെന്ന് പറയാം. കാരണം അമ്മ എന്തെങ്കിലും ഇങ്ങനെ മെസ്സിയായിട്ടിരിക്കണ കാണുമ്പോൾ അപ്പോൾ തന്നെ ഇതാക്കും കേട്ടോ. പിന്നെ അവനാണെങ്കിൽ ഒരു ബുക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലാണെങ്കിൽ ബനാനയും ആപ്പിളും അതൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിരുന്നിങ്ങനെ നോക്കും. ആ ടൈമിലാണെങ്കിൽ അവൾ എൻ്റെ നെഞ്ചത്ത് കയറി കിടക്കും കേട്ടോ. അപ്പോൾ അവളായിട്ട് ഇങ്ങനെ ഇരുന്നോളും. പിന്നെ എനിക്കെന്താ പറയുക ഇങ്ങനെ ഇവരൊക്കെ ഇരിക്കുന്ന സമയത്ത് അവൻ ഇതുപോലെ അടങ്ങിയിരിക്കുന്ന സമയത്ത് പിള്ളേർ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ നല്ല സന്തോഷം കേട്ടോ. പിന്നെ കുറേ കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ജീവിക്കുകയാണെങ്കിൽ ഈ പിള്ളേരൊക്കെ ഇതാക്കുമ്പോൾ ഒരാളെടുത്ത് നടക്കാനും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല എൻജോയ്മെൻ്റ് ആണ്. അതാണ് തോന്നുന്നു ഈ പണ്ടത്തെ കാലത്ത് കുറേ പിള്ളേരും കാര്യങ്ങളും. കാരണം ഞാൻ ആലോചിക്കൊരു 2 കുട്ടി ഉണ്ടായിട്ട് 3ാമത്തേന് ഇപ്പോൾ നമ്മൾ ഇപ്പം ഞാനൊരിക്കലും ജന്മം ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഈ ഫേസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നോക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് ഈ 4-5 പിള്ളേരൊക്കെ ഉണ്ടാക്കണു പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്ക്. ഒന്നില്ലെങ്കിൽ അവർ ആ ഒരു പ്രായത്തിൽ എങ്ങനെയോ അവർ വളർന്ന് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഒരു കുട്ടീനെ ഭയങ്കര കെയറും കാര്യങ്ങളും അത് ചേർത്തും മുന്നാണെങ്കിൽ അപ്പുറത്ത് കളിക്കാൻ പോവും, ഇപ്പുറത്ത് ഓടും, തോന്നിയ സമയത്ത് വീട്ടിലേക്ക് വരും, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ അവരിങ്ങനെ വളർന്നതാവണം. ഇപ്പോൾ നമ്മളിങ്ങനെ ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ ഇവരുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് നമ്മൾക്ക് എന്താ പറയുക കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക അവർക്ക്, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ നോക്കാനും കുറച്ച് ഡിഫിക്കൽട്ടി ആണ് സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചിന്തിക്കും എന്തിനാണ് ഇത്രയും പെട്ടെന്ന് പിള്ളേരുണ്ടായി ഞാനിങ്ങനെ ചിന്തിക്കും. കാരണം എനിക്ക് ഇപ്പോഴാണ് ശരിക്കും റൈറ്റ് ഏജ് ഇങ്ങനെ പിള്ളേർ ഉണ്ടാകും. മീൻസ് നോക്കാനും എനിക്ക് ഇത്രയും കൂടി മെച്യൂരിറ്റിയും കാര്യങ്ങളും. ഞാൻ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയോ. ഏട്ടന് എന്നെക്കാട്ടും മെച്യൂരിറ്റി ഉണ്ട്, എന്നാലും ഏട്ടനൊരു കുട്ടീനെ സ്വന്തമായിട്ട് നമുക്കുള്ള കുട്ടികളാണ് ഞാൻ ആരും ഒന്നും ഇവരെടുത്തിട്ടില്ല കേട്ടോ. ഞാൻ മണ്ടത്തരങ്ങൾ ചെയ്യുന്നതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യമാണെങ്കിൽ ചെറുതായിരിക്കുന്ന സമയത്ത് അച്ഛനമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ബട്ട് അവർ വിസ എന്തോ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോയപ്പോഴാണെങ്കിൽ ആദ്യന് പനി വന്നു. അപ്പോൾ അവനാണെങ്കിൽ ഫുഡ് സോളിഡ്സൊക്കെ ലൈറ്റായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. ഒരു 1 year കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവന് പനി വന്നപ്പോൾ ഇവനാണെങ്കിൽ പാല് കുടിക്കണില്ല മര്യാദയ്ക്ക്, വേറെ ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല. ഇവനാണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമായിട്ടോ. 1 വയസ്സ് ഒക്കെ ഉള്ള ടൈമിൽ ഞാനാണെങ്കിൽ അവന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി എന്തെങ്കിലും കഴിച്ചോട്ടെ,
എന്ന് വിചാരിച്ചിട്ട് ഞാനിരിക്കുന്നത്. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ അതേ ആദൂന് പനിയാണ്. അപ്പം ഏട്ടൻ പറഞ്ഞു എണ്ണയിൽ വറുത്തതൊന്നും കൊടുക്കണ്ട. അപ്പം എൻ്റെ വിചാരം ഏട്ടൻ എന്ത് തേങ്ങ അറിഞ്ഞിട്ടാണ് ഏട്ടത് പറയുന്നത്. അപ്പം ഞാനാണെങ്കിൽ എണ്ണയിൽ വറുത്തിട്ട് ടിഷ്യൂ പേപ്പറിൽ ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഞാനാണെങ്കിൽ തുടച്ചിട്ട് എന്നോട് പറഞ്ഞു, ഏട്ടാ എങ്ങനെ ഞാനിതിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു അധികം കൊടുക്കണ്ടടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കുക, ഞാൻ ഈ വക ഇപ്പോഴാണെങ്കിൽ ഞാൻ കൊടുക്കുമോ? ഇല്ല. കാരണം അവർക്ക് ആ പനിയുള്ള സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ത്രോട്ടിൽ എന്തെങ്കിലും ഇതായിരിക്കും, അതുകൊണ്ടാണ് ഇതാക്കാൻ പറ്റാത്തത്. പക്ഷെ ഞാൻ ആ ടൈമിൽ എനിക്ക് അത് ചിന്തിക്കാനുള്ള ബോധമില്ല. അവന് എന്തെങ്കിലും കുത്തി കയറ്റി കൊടുക്കാൻ നോക്കുക. ഫ്രഞ്ച് ഫ്രൈസാണ് ഇഷ്ടം, അപ്പോൾ കുറേ എണ്ണയിലിട്ട് ഇങ്ങനത്തെ ഒരു വക. അതാണ് നമ്മളിങ്ങനെ എന്താ പറയുക, ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ അവന് ആദ്യം അതും ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഇവളെ നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഓരോ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഇവളാണെങ്കിൽ ഇപ്പോൾ ഛർദ്ദിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾക്കിപ്പോൾ വലിയ ഭയങ്കര ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. അതും ഇതാക്കുകയാണെങ്കിൽ ഞാൻ പെടഞ്ഞ്, ഇപ്പോഴാണെങ്കിൽ ഇവള് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടുമ്പോൾ പെടഞ്ഞ് അമ്മയുടെ അടുത്ത് പോവല്ലാണ്ട് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ നെയ്ബർ കുട്ടി പൊന്നുവിനോട് ഡാൻസ് കളിക്കാൻ അവനെ പോകാൻ കളിക്കാം കേട്ടോ. നോക്ക് 5th സ്റ്റാൻഡേർഡിലോ പഠിക്കുന്നുള്ളൂ, ബട്ട് എന്ത് ആക്റ്റീവായിട്ടല്ലേ കളിക്കുന്നത്. ഞാനൊക്കെ എന്നോട് വല്ലവരും ഡാൻസ് കളിക്കാമെന്ന് ആ ടൈമിലൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു കേട്ടോ. ഷൈനെസ്സൊക്കെ ആയിട്ട് ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല. പിന്നെ പൊണ്ണുവാണെങ്കിൽ ഇത് എന്താ പറയുക, എഗ് പഫ്സ് കിട്ടിയപ്പോൾ അവനാണെങ്കിൽ അറ്റാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനും ആണെങ്കിൽ കഴിച്ചു. അപ്പം അങ്ങനെ പിന്നെ എന്താ പറയാൻ വന്നേ, ഇതാണെങ്കിൽ നമ്മുടെ കുക്കു ചേച്ചി ഉണ്ട് കേട്ടോ. നമ്മുടെ നെയ്ബറാണെങ്കിൽ കുക്കു ചേച്ചി കൊടുത്തതാട്ടോ. അപ്പോൾ ഇതേ അതിലാണെങ്കിൽ വിറ്റങ്ങളെ പിള്ളേരൊക്കെ ഇരുത്തലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഇവളതിനെ ഭയങ്കര വിശ്വാസം കേട്ടോ. നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. സത്യം പറയുകയാണെങ്കിൽ പണ്ട് ഇങ്ങനെ എൻ്റെ ഇങ്ങനെ ഫ്രണ്ട് ഒരുത്തി പറയാറുണ്ടായിരുന്നു, ക്ലാസ്സിൽ വന്നപ്പോൾ ഏതൊരു ടീച്ചറാളെ നോക്കിയപ്പോൾ ആൾക്കാണെങ്കിൽ കണ്ണ് തട്ടിയിട്ടാണ്, ആളെ കുറിച്ച് എന്താ പറഞ്ഞപ്പോൾ കണ്ണ് തട്ടിയിട്ട് ഭയങ്കര തലവേദന എടുക്കണം അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ വിശ്വാസ കാര്യങ്ങളൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ഒഴിഞ്ഞിടും കാര്യങ്ങളല്ലാണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷേ ഈ പിള്ളേർ വന്നതിന് ശേഷം ഉണ്ടല്ലോ, പാതു ആണെങ്കിലും ഇവളാണെങ്കിലും, പാതുവിൻ്റെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല. ഈ ഡെലിവറിക്ക് ശേഷം പകുതി മുക്ക ഓർമ്മയൊക്കെ പോയിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ എന്താ പറയുക, കൊനിഷ്ഠ കുശുമ്പുള്ള കാര്യങ്ങൾ ഓർമ്മയല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ. അപ്പം ഞാനാണെങ്കിൽ ഇത് വേറൊരു ദിവസം വോയിസ് ഓവർ ഇത് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. അന്ന് ഞാൻ ഫുള്ള് വോയിസ് ഓവർ കൊടുത്തതിന് ശേഷം എന്തോ അപ്പുറത്തെ വീട്ടിൽ ശബ്ദം, രാത്രി ഇരുന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കണ്ടെന്ന് ശബ്ദം കേട്ടിട്ട് ഞാൻ പേടിച്ചിട്ട് അമ്മേനെ വിളിച്ച് കൊണ്ടുവരില്ലായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ വാകുട്ടിയുടെ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ 26 വയസ്സ് വരെ, അല്ല 25 വയസ്സ് വരെ, 26ാമത്തെ വയസ്സ് തൊട്ടിട്ട് ഞാനും വാകുട്ടി ഒറ്റയ്ക്കാണ് കിടക്കണേ. ഞങ്ങൾ ഒരുമിച്ച് കിടന്നിട്ട് പെട്ടെന്ന് ഞാൻ മാറ്റിയപ്പോൾ എനിക്ക് തന്നെ പിന്നെ ഞാനും മീൻസ് നമ്മൾക്ക് ഇങ്ങനെ ആയിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്കൊന്ന് ചേഞ്ചൊക്കെ വേണ്ടേ. എപ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും പിന്നാലെ അല്ലെങ്കിൽ ഏട്ടൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്കും ഇത്തിരി ഇൻഡിപെൻഡൻ്റ് ആവണ്ടേ. എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള കാര്യമായിട്ട്, പുറത്തൊറ്റയ്ക്ക് പോവുക, ട്രാവൽ ചെയ്യുക എന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഈ കണ്ടൻറ് ക്രിയേഷൻ, നല്ല ഡ്രസ്സ് ചെയ്ത് നടക്കുക, പിന്നെ ഓരോ കുട്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക, പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അതൊക്കെയാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ കുക്കിംഗ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് മൂഡ് വേണം. മൂഡ് വന്നാൽ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വരെ കുക്കൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്യും. അതായത് ഇങ്ങനെ മെഴുക്ക് പുരട്ടി കാര്യങ്ങൾ, ഇങ്ങനെ ഗ്രേവിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല വെക്കാൻ. മെഴുക്ക് പുരട്ടിയ സംഭവങ്ങളൊക്കെ ഞാൻ അടിപൊളിയായിട്ട് വെക്കും. നോണാണെങ്കിൽ എനിക്ക് പച്ചയ്ക്ക് ഇങ്ങനെ തൊടാനേ ഇഷ്ടമില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ പിന്നെ വേറെ ഓപ്ഷനില്ല. ഏട്ടൻ ഓഫീസ് വിട്ട് വരുമ്പോൾ ഞാൻ തന്നെ അതൊക്കെ തൊട്ട് എനിക്ക് ഭയങ്കര, കാരണം ഇവരെന്നെ ചെയ്യിപ്പിച്ചിട്ടില്ല അങ്ങനെയൊന്നും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ചെയ്യണ്ടേ. പിന്നെ എന്നെ ഏട്ടൻ നിർബന്ധിക്കാറില്ല കേട്ടോ, എടി നീ അങ്ങനെ ചെയ്യണം. ഏട്ടനുള്ള സമയത്താണെങ്കിൽ ഏട്ടൻ നോണൊക്കെ വെച്ച് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് കേട്ടോ. ഇന്നാണെങ്കിൽ ഞാൻ എന്തോ 2 കറി വെക്കായിരുന്നു. അവൻ്റെ ആണെങ്കിൽ ഉള്ളി വരുന്ന സമയത്ത് കണ്ണൊക്കെ കരിഞ്ഞിട്ടായിരുന്നു കേട്ടോ. പിന്നെ അവനോടൊന്ന് എടുത്തു. പിന്നെ ഞങ്ങൾ ഭയങ്കര സങ്കടം പറഞ്ഞിട്ടൊക്കെ ഞാൻ ഷോർട്സ് എടുക്കാമെന്ന് ചോദിച്ചതായിരുന്നു. പക്ഷേ എൻ്റെ കുക്കിങ് അടിപൊളിയായിട്ട് ഡിസാസ്റ്റർ ആയതുകൊണ്ട് വെറുതെ പറ്റിച്ചിട്ടുണ്ടാവുമെന്ന് വെച്ചതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. പിന്നെ അതായത് ആദ്യം ഈ കുക്ക് ചെയ്യണ സമയത്താണെങ്കിൽ മെരിക്ക് വെന്തിട്ടൊന്നും ഉണ്ടായിരുന്നു. അതിനിടയ്ക്കായിരുന്നു ഏട്ടൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ വിചാരം കുക്കിംഗ് ആയിട്ട് ടേസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, വെന്ത പോലെ തോന്നി. എന്നിട്ടാണെങ്കിൽ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഞാൻ പോയി സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല കേട്ടോ.
പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ അമ്മയും എന്തിട്ടോ പറഞ്ഞിട്ട് ഇതായപ്പോൾ അമ്മ പറഞ്ഞിട്ടാ കാട്ടി വെച്ചേക്കണേ. അമ്മ വെറുതെ പറയാമെന്ന് ചോദിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മ വൺ ഡിസാസ്റ്റർ. അതായത് ഒരെണ്ണം പൊട്ടറ്റോ മെഴുക്ക് വരട്ടും ഒരെണ്ണം എക്കറി ആയിരുന്നു. പൊട്ടാറ്റോ മെഴുക്ക് വരട്ടിലാണെങ്കിൽ പൊട്ടാറ്റോ മേരിക്ക് വെന്തിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിച്ചു, അപ്പോൾ സെറ്റായി. പിന്നെ മറ്റേതിലാണെങ്കിൽ ഉപ്പുമില്ല പുളിയുമില്ല ഒന്നുമില്ല, വികാരമില്ലാത്തൊരു മുട്ടക്കറി. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് നാളികേരം അമ്മ ഫ്രിഡ്ജിൽ ചരി വെച്ചത് അടിച്ചു മാറ്റിയിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് പാലെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് സെറ്റായിപ്പം ആദ്യം വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഞാൻ എല്ലാം കൂടിയിട്ടൊന്ന് വേവിച്ചു. ഈ തക്കാളി ഒന്നും മേരിക്ക് വേവാണ്ട് വേവിച്ചതിന് ശേഷം എല്ലാം വെന്ത് ഉപ്പൊക്കെ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം നാളികേരപ്പാൽ വെച്ചപ്പോൾ യമ്മിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മുന്നാണെങ്കിൽ നമ്മളുടെ ഓരോ എന്താ പറയുക, നമുക്ക് ലൈഫിൽ ഓരോ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ലൈഫിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് പോലെ എനിക്ക് തോന്നി കേട്ടോ. ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കാര്യം എൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ അച്ഛനമ്മയും കൊഞ്ചിച്ച് വഷളാക്കിയിട്ടാണ് ഞാനൊരു പരിധി വരെ ഇങ്ങനെ ആയത്. അത് സത്യം പറയുകയാണെങ്കിൽ അവരുടെ ഇത് നോക്കുമ്പോൾ ഞാനങ്ങനെ ചീത്തപ്പേരോ കാര്യങ്ങളൊന്നും കേൾക്കാണ്ട് അല്ലെങ്കിൽ നല്ല അച്ചടക്കത്തോടുള്ള കൂടിയിട്ടുള്ളൊരു കുട്ടിയായിട്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ റിയാലിറ്റി വന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഞാൻ ശരിക്കും ചില കാര്യങ്ങൾ വൻ പരാജയമാണ്. അതായത് ഇവരിങ്ങനെ ഇതാക്കിക്കൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് അച്ഛനമ്മയ്ക്കും എന്തെങ്കിലും ഒരു കാര്യമല്ല വയ്യായ കാര്യങ്ങളൊക്കെ വന്ന് എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയില്ല. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ. എനിക്ക് ഒറ്റയ്ക്ക് പുറത്തു പോകാൻ അറിയില്ല, എനിക്ക് ഒറ്റയ്ക്ക് ചില കാര്യങ്ങളും ചെയ്യാനറിയില്ല. എപ്പോഴും അച്ഛനമ്മേനും അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുക, അതൊക്കെ എനിക്ക് ഇപ്പം ഇത്രയും പ്രായമായിട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പയ്യെ ഞാൻ റെഡിയാക്കി വരുന്നുണ്ട്. അവർ ചെയ്തത് അവർ നോക്കുമ്പോൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ള കാര്യം അവർ നോക്കി. പക്ഷേ എനിക്ക് വലുതാവും തോറും ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടീസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോഴാണെങ്കിൽ പയ്യെ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ നോക്കും. അങ്ങനെ എനിക്കാണെങ്കിൽ ഓവർ അറ്റാച്ച്മെൻറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഭയങ്കര ഓവർ അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാനിപ്പോൾ അച്ഛനോടും അമ്മയോടാണെങ്കിലും ഏട്ടനോടൊക്കെ ആണെങ്കിൽ ഭയങ്കര പൊസസീവ്നെസ്സും ഞാൻ എല്ലാവരുടെ അടുത്തൊന്നും പയ്യെ ഈവൻ പിള്ളേരുടെ അടുത്തുനിന്നാണെങ്കിലും പയ്യെ ഞാൻ ഓവർ അറ്റാച്ച്മെൻറ്റ് ഞാൻ കുറച്ചു. കാരണം എനിക്ക് എപ്പോഴും എന്തിനും ഇവരില്ലാണ്ട് പറ്റാണ്ടായി തുടങ്ങി. അങ്ങനത്തെ ഒരു അവസ്ഥ. അതായത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ, എന്തൊരു കാര്യങ്ങളും ചില സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ അല്ലേ. അപ്പോൾ നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പയ്യെ ഇതിൽ നിന്നൊക്കെ സെറ്റായി വരാണ്. എനിക്ക് തന്നെ ചില സമയത്ത് എനിക്ക് പ്രൗഡ് മൊമെൻ്റ് ഒക്കെ തോന്നാറുണ്ട്. ചിലർക്ക് കേൾക്കുമ്പോൾ ചിരിയായിരിക്കും കേട്ടോ. കാരണം എന്നെ അതുപോലെ ചെറുപ്പം മുതൽ ഇങ്ങനെ വളർത്തിയിട്ട്, അതായത് ഭയങ്കര കെയർ ചെയ്തിട്ട് എനിക്കപ്പോൾ ഞാൻ ആ ഒരു എന്താ പറയുക, ആ കെയറിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്കത് കോപ്പപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ ആയിരുന്നു, നിഴലായിട്ടായിരുന്നു അച്ഛനമ്മയും ഇപ്പോഴും അതുപോലെ. അപ്പം ഇപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ പയ്യെ അവരൊക്കെ ആയിട്ട് എനിക്ക് പറയുമ്പോൾ സങ്കടമുണ്ട്. പയ്യെ ഞാൻ എന്താ പറയുക, ഓവർ അറ്റാച്ച്മെൻറ്റ് കാട്ടാറില്ല. കാരണം എനിക്കും നാളെ അവരില്ലെങ്കിൽ ഒരു ദിവസം സർവൈവ് ചെയ്യണ്ടേ. അപ്പോൾ എനിക്കറിയില്ല. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ ബ്രെയിനിൻ്റെ ഓരോ മെക്കാനിസവും കാര്യങ്ങളൊക്കെ എനിക്ക് ചിരി വരും കേട്ടോ. അങ്ങനെ ഓരോ വക കാര്യങ്ങൾ, എൻ്റെ പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ശരിക്കും ഒറ്റയ്ക്ക്. ഇപ്പോൾ ഞാനൊരു വീഡിയോ കണ്ട്, അതായത് ആ കുട്ടിയുടെ ഒരു ചെക്കനാട്ടോ. അവനാണെങ്കിൽ പാരൻസ് ഒരു 12 വയസ്സ് തൊട്ടിട്ട് അവനെ വേറെ ഏതൊരു സ്ഥലത്തേക്ക് US ഒറ്റയ്ക്ക് വിട്ടു. അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്തുകൊണ്ടാണ് അച്ഛനമ്മ എന്നെ അങ്ങനെ ചെയ്തത്, അവർക്ക് എന്നെ സ്നേഹമല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ബട്ട് അവനിപ്പോൾ ഒരു 26, 27, 28 വയസ്സ് എന്തോ ആയിട്ടുള്ളൂ. ആ ചെക്കനിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ. അതായത് നമ്മൾ ഈ അറ്റാച്ച്മെൻറ്റ് കൂടും തോറും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ആൾക്കാരെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇത്തിരി ഇതിപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കണേ, എന്നെപ്പോൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ എന്നെ കുറച്ച് പുറത്തൊക്കെ പഠിപ്പിച്ച് വിടുകയാണെങ്കിൽ എനിക്ക് അറ്റാച്ച്മെൻറ്റ്, എനിക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ സ്കിൽസ് ഉണ്ടാവും, ഡിസിഷൻ പവർ ഉണ്ടാവും. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എപ്പോഴും അച്ഛനമ്മേനെ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള. അപ്പോൾ എനിക്ക് എന്തുണ്ടെങ്കിലും എൻ്റെ ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത് അമ്മോടാണ്. അമ്മ ഇപ്പം ഞാൻ പയ്യത് മാറ്റി. എനിക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഓൺലൈൻ ഓർഡർ ആണെങ്കിൽ, ഈവൻ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ കൂടി ഞാൻ അമ്മോട് ചോദിച്ചിട്ട് ചെയ്യും. എനിക്കറിയില്ല, അത്രയും
എനിക്ക് പിന്നെ മനസ്സിലായി ഇങ്ങനെ ഓവർ അറ്റാച്ച്മെൻറ്റ് ലൈഫിൽ സീനാന്നൊക്കെ. അപ്പോൾ ഞാൻ പയ്യെ എന്താ പറയുക, ഇങ്ങനെ വിഡ്രോവൽ സിംറ്റം എന്നൊക്കെ പറയണ പോലെ പയ്യെ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി. 26 വയസ്സായി. ലൈഫിനെ കാണേണ്ട രീതികളുമൊക്കെ മാറണം, അല്ലെ പിന്നെ 2 പിള്ളേരെ തള്ളിയെന്നൊക്കെ. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ഓരോ വക കാര്യങ്ങൾ പയ്യെ എനിക്ക് ഇൻഡിപെൻഡൻ്റായി സെറ്റാണ്. ഫിനാൻഷ്യലി മാത്രമല്ല, വേറെ പല രീതിയിലും എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവാനുണ്ട്. അതായത് പുറത്തൊറ്റയ്ക്ക് പോവുക ഒരു ഫിയറാണ്. പോയിട്ടില്ല. ഞാൻ ദുബായിൽ പിന്നെ ജോബ് ചെയ്യണ സമയത്ത് 2 മാസം അങ്ങനെ പോയി, അല്ലാണ്ട് ഞാൻ പോയിട്ടില്ല. ഇനിയിപ്പോൾ പയ്യൊക്കെ സെറ്റ് ചെയ്ത് വരണം. അപ്പോൾ അതാണ് ലൈഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ് എല്ലാവരും കൂടി ഇങ്ങനെ ഒരു കൂട് പോലെ ഇരിക്കണതല്ല. നമുക്ക് ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നോക്കിക്കണ്ട് മൂങ്ങിയും കരഞ്ഞിരിക്കാണ്ട് നമ്മളത് മൂവ് ഓൺ ചെയ്യണം. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വിചാരിക്കണ പോലെ ആയിരിക്കണം എന്നില്ല കാര്യങ്ങൾ നടക്കണത്, അല്ലേ? ഇവരങ്ങനെ ആയിരിക്കണം, അവരിങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഒന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നല്ല രീതിയിൽ ആരെയും വെറുപ്പിക്കാണ്ട്, ആരെയും വിഷമിപ്പിക്കാണ്ട്, പിന്നെ ഞാൻ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാതെ. ഞാൻ ഒരാളും എൻ്റെ ലൈഫിൽ ഞാൻ വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിത്തീരണതും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഒരാൾ ഞാൻ മനസ്സുകൊണ്ട് വിഷമിക്കണമെന്നോ അല്ലെങ്കിൽ അവർ ചതിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കണമെന്നോ ഇന്നേ വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും എൻ്റെ ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ട് എനിക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം ഞാൻ അല്ലാണ്ട് ഞാൻ ആരും വിചാരിച്ചിട്ട് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് എന്താ പറയുക, എനിക്ക് ആരെയും കുറിച്ചിട്ട് അങ്ങനെ വിഷമമൊന്നുമില്ല. അയ്യോ ഞാൻ അവരെ ഇതാക്കി. ഇപ്പം അടുത്ത് ഞാനൊരു അച്ഛനെ ചീത്ത പറഞ്ഞ കാർ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് പാർക്ക് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇത്തിരി ചീത്ത പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമമായി. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, വയസ്സായിട്ടുള്ള ആളല്ലേ, ആൾക്ക് അത്രയും വയ്യാണ്ടായിട്ടിരിക്കണം, അതുകൊണ്ടാവും അങ്ങനെ ഇതാക്കി വെച്ചു. സത്യം പറയുകയാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടുള്ള പാരൻസ് ഉള്ള പിള്ളേർക്കാണെങ്കിൽ നല്ല ഹാപ്പി ലൈഫ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഞാനൊരു പാരൻ്റ് ആയതുകൊണ്ട് പറയുകയാണ്, ഇപ്പം ഞാൻ ഭയങ്കര സ്ട്രെസ്ഡാണ് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും എനിക്ക് 2 പിള്ളേരും എനിക്ക് നോക്കാൻ പറ്റില്ല. കാരണം ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്ട്രെസ് ലെവൽ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യണതിൻ്റെ ഇടയിൽ ഇവരുടെ വേഷം കിട്ടും ഉള്ളിൽ കാണുമ്പോൾ ഭയങ്കര സ്ട്രെസ്സ് കൂടാറ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഹാപ്പി പേരൻസ് ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഹാപ്പി പിള്ളേരുണ്ടാവാമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ, അല്ലേ? അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവർക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടിയെന്ന് തോന്നുന്നു, സന്തോഷം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഒരു വഴക്കും ഇതൊന്നും ഇല്ലാണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ.